സി ആർ നീലകണ്ഠൻ ഇന്നലെയാണ് വേണു എന്നൊരു മനുഷ്യൻ മെഡിക്കൽ കോളേജിൽ പോയി അനുഭവിച്ച നരകയാതയുടെ അനുഭവം പറഞ്ഞ് മരിച്ചുപോയത്. മനുഷ്യൻ്റെ അവസ്ഥ കേട്ടോ. അപ്പോൾ പട്ടികളെ വന്ധ്യംകരിച്ച് അതിനെ ഷെൽട്ടറിലാക്കി കാലാകാലങ്ങളിൽ ഈ പട്ടിക്ക് പുട്ടുപഴവും കൊടുക്കും എന്നൊക്കെ കരുതാവോ? അത് നമ്മുടെ കൺസേൺ ആയാലും ഇല്ലെങ്കിലും ഇപ്പോഴത്തെ ഭീകരമായ അവസ്ഥയ്ക്ക് അക്ഷരാർത്ഥത്തിൽ അത് ഭീകരമായ അവസ്ഥയാണ്. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളോ പ്രതിപക്ഷമോ ഒരു ചുക്കും പറയുന്നില്ലെങ്കിലും ഒരു പരിഹാരമാകുമെന്ന് കരുതാമോ കോടതിയുടെ കർശനമായ ഇടപെടൽ? ഒന്നാമത്തെ കാര്യം, കോടതി അതിൻ്റെ പരമാവധി വച്ചിട്ടുള്ളൊരു വിധിയാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ മുന്നറിയിപ്പ്, ഇതിന് മുമ്പുള്ള വിധിയും അതിൻ്റെ തുടർച്ചയും ഒക്കെ നമ്മൾ കാണുമ്പോൾ, കാരണം ഷെൽട്ടർ ചെയ്യുക, ABC ചെയ്യുക എന്നത് ഇന്ന് നിലവിലുള്ള ചട്ടങ്ങളും നിയമങ്ങളും അനുസരിച്ച് സർക്കാരുകളുടെ ബാധ്യതയാണ്. അത് ഓർമ്മിപ്പിക്കുകയാണ് സുപ്രീം കോടതി ചെയ്തത്. സുപ്രീം കോടതിയുടെ വിധി ലോ ഓഫ് ദ ലാൻഡാണ്. ഞാൻ ABC ചെയ്യുന്ന അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ വിധിയെ, ഷെൽട്ടറിനെ അവസാന ആശ്വാസമായി കാണുന്നില്ല. യഥാർത്ഥത്തിൽ ഈ തെരുവ് നായകൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി കേരളത്തിൽ എന്തുകൊണ്ട് തെരുവ് നായകൾ പെരുകി? നമ്മൾ ഹാഷ്മി ഇതേപോലെ ഇരുന്ന് വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. വന്യമൃഗങ്ങളാൽ കൊല്ലപ്പെടുന്ന, നശിപ്പിക്കപ്പെടുന്ന, പരിക്കേൽക്കപ്പെടുന്ന മനുഷ്യരുടെ കഥയെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അവിടെയും ഇവിടെയും ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇത്. ഇപ്പോൾ സുപ്രീം കോടതിയുടെ വിധിയെ ഞാൻ കാണുന്നത് താൽക്കാലികമായ ഒരു ആശ്വാസം തന്നെയാണ്. അത് വേണം, ഒരു സംശയമില്ല. അതെങ്ങനെ നടപ്പാവുന്നില്ലെങ്കിൽ രണ്ടാമത് വരാം. അതിനേക്കാൾ പ്രധാനം, ദീർഘകാലം ഇതിനെന്താണ് പരിഹാരമെന്ന് നമ്മൾ ഇന്ന് വരെ ആലോചിച്ചിട്ടില്ല. അതിലേറ്റവും അടിസ്ഥാനപരം, നേരത്തെ പറഞ്ഞതുപോലെ, സ്വാലിഹ പറഞ്ഞതുപോലെ, നമ്മുടെ മാലിന്യ സംവിധാനം. റോഡിൽ മുഴുവൻ മാലിന്യമാണ്. ഞാൻ ഈ തെരുവുനായയുടെ വിഷയത്തിൽ മറ്റെന്ത് പറഞ്ഞാലും വ്യക്തിപരമായി പോലും അതിൻ്റെ ദുരന്തം അനുഭവിച്ചിട്ടുള്ള, രാവിലെ നടക്കാനിറങ്ങുന്ന അല്ലെങ്കിൽ യാത്ര ചെയ്യുന്ന ഒരാളാണ്. പലപ്പോഴും പേടിച്ച് ഓട്ടോറിക്ഷ വിളിച്ചിട്ടുണ്ട് 50-100 മീറ്റർ ദൂരത്തേക്ക്. കാരണം തെരുവുനായ വരും എന്നുള്ളതുകൊണ്ട്. അങ്ങനെ വരെ പേടിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. കാരണം അത് ഒരുപാട് യാത്ര ചെയ്യുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു മുഖ്യധാരയുടെ പ്രശ്നമാകണം എന്ന് സുപ്രീം കോടതി വിധി കൊണ്ടുവരുന്നുവെങ്കിൽ ഒന്നാമത്തെ കാര്യം താൽക്കാലിക പരിഹാരമാണെങ്കിൽ അത്. മൂന്നാമത്തെ കാര്യം, ഇതിൻ്റെ ദീർഘകാല പരിഹാരം ആരാണ് ആലോചിക്കുക? ഇപ്പോൾ മന്ത്രി രാജേഷ് ഇവിടെ കേരളത്തിൽ മാലിന്യമുക്ത കേരളം ഉണ്ടായി എന്നൊക്കെ കുറേ മുമ്പ് പ്രസംഗിക്കണം കേട്ടോ, എനിക്കറിയില്ല. പക്ഷേ നമ്മൾ പോകുന്ന സ്ഥലത്തൊക്കെ മാലിന്യമാണ്. അതുകൊണ്ട് മാലിന്യമുക്ത കേരളമോ ദാരിദ്ര്യമുക്ത കേരളമോ ഒക്കെ ഉണ്ടാവട്ടെ, നമുക്ക് വളരെ സന്തോഷമാണ്. പക്ഷേ ഇതൊന്നും പ്രായോഗികമായി ഫലത്തിൽ വന്നിട്ടുണ്ടോ? മാലിന്യങ്ങൾ മന്ത്രിയുടെ മാത്രം ചുമതലയല്ല, തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ ചുമതലയാണ്. അതൊക്കെ നമുക്ക് മനസ്സിലാവുന്നു. അപ്പം മാലിന്യങ്ങൾ വരുന്നതിനെക്കുറിച്ച് ഒരു പ്രധാന കാര്യം കൂടിയുണ്ട്. ഇന്ന് കാണുന്ന തെരുവ് നായകളിൽ നല്ലൊരു പങ്കും നമ്മുടെ വീട്ടിൽ വളർത്തി കുറെ കഴിയുമ്പോൾ, വയസ്സാവുമ്പോഴോ കുറെ കഴിയുമ്പോഴോ വേറെ നായ വാങ്ങുമ്പോഴോ പുറത്തു വിടുന്നതാണ്. ഞാനിത് പറയാൻ കാരണം, ഒരുപക്ഷെ സ്വാലിഹ നോക്കിയിട്ടുണ്ടോന്ന് അറിയില്ല, അത് അദ്ദേഹം ക്ലോസായി മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഞാൻ മോണിറ്റർ ചെയ്തിട്ടുണ്ട്. നല്ലൊരു പങ്കും നാടൻ നായ മാത്രമല്ല ഇവിടെ ഉള്ളത്. ഒരുപാട് ക്രോസ് നായകൾ ഇവിടെ വരുന്നുണ്ട്. എങ്ങനെയാ ഈ ക്രോസ് നായ വരുന്നത്? ഈ പറഞ്ഞ നമ്മുടെ എന്താ പറയുക, കൊച്ചമ്മമാരോ വലിയമ്മമാരോ ആരെങ്കിലും ആവട്ടെ, വീട്ടിൽ പട്ടിയെ വളർത്തി കുറേ കഴിയുമ്പോൾ ഈ പട്ടിയെ പുറത്തേക്ക് വിടും. ഇത് ഇവിടുത്തെ പട്ടികളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ ഒരു കാരണമായിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത്, താൽക്കാലികമായി സുപ്രീം കോടതിയുടെ ഈ പരിഹാരത്തിലേക്ക് നമുക്ക് പോകാം. ദീർഘകാല പരിഹാരം വേണം. രണ്ടാമത്തെ കാര്യം, ഈ പരിഹാരം പ്രായോഗികമാണോ? മന്ത്രി പറഞ്ഞു ഇത് പ്രായോഗികമല്ല. പിന്നെ എന്താ അദ്ദേഹത്തിനുള്ള പരിഹാരം? ഇത് പ്രായോഗികമല്ല എന്ന് പറഞ്ഞാൽ വേറെ എന്താ പരിഹാരം? വേറെ എന്തെങ്കിലും പരിഹാരം അദ്ദേഹത്തിന്? ഒരു മന്ത്രിയാണല്ലോ, നിയമത്തിൻ്റെ അകത്ത് പറയണ്ടേ, അതിന് മറുപടി പറയണ്ടേ? ഇത് പരിഹാരമല്ല എന്ന് പറയുന്ന മന്ത്രി ഇതിനെന്താണ് പരിഹാരം എന്ന് കൂടി പറയാൻ ബാധ്യതയുണ്ടല്ലോ. അദ്ദേഹം വളരെ എഫിഷ്യൻ്റായ ഒരു മന്ത്രിയല്ലേ, അപ്പം അദ്ദേഹത്തിന് അത് പറയണ്ടേ? അദ്ദേഹത്തിന് അങ്ങനെ പറയാൻ പോകാൻ കഴിയുമോ? ഇന്ന് കേരളത്തിൽ തെരുവുകളെ ബാധിച്ചിരിക്കുന്ന വലിയ ഒരു രോഗം തന്നെയാണ് തെരുവ് നായ എന്ന കാര്യത്തിൽ എനിക്ക് തർക്കമൊന്നുമില്ല. അല്ല സിയാറി, ആകെയുള്ള പരിഹാരം പറയാനുള്ളത് കോടതി വിധിയിൽ പറഞ്ഞ ABC ആണ്. ഓരോ നായകളെയും വന്ധീകരിക്കാനുള്ള ചെലവ് ആയിരങ്ങളാണ്. കഴിഞ്ഞ ഒറ്റ വർഷത്തിൽ വെറും 15,825 നായകളെ വന്ധീകരിച്ചു. ഈ സാമ്പത്തിക വർഷം 9,000 ചില്ലുവാനും, ആകെ 16 കേന്ദ്രങ്ങൾ. സിആർ ലക്ഷക്കണക്കിന് നായകളാണ്. ഈ ലക്ഷക്കണക്കിന് നായകളെ പിടിച്ച് വന്ധീകരിക്കുന്നൊക്കെ പറയുന്നത് നടക്കുന്ന കാര്യമാണോ? അതിനി വന്ധീകരിച്ച കടിക്കില്ലേ? വന്ധ്യംകരണം ലോങ് ടൈം പ്ലാനാണ്. അതുവരെ എത്ര പേരെ നായകൾ ഇതുവരെ കടിച്ചു കൊല്ലും? അല്ലാന്നേ ഞാൻ പറയുന്നത്, ഹാഷ്മി, ഞാൻ പറയുന്നത് ഒരു കോടതിക്ക് അതിൻ്റെ പരിധിക്കകത്ത് ചെയ്യാവുന്ന ഏറ്റവും നല്ല പരിഹാര നിർദ്ദേശമാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. ഒരു കോടതിക്ക് ഒരു നിർദ്ദേശം പറയുമ്പോൾ അത് തോന്നിയമാതിരി പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ കോടതിക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല നിർദ്ദേശമാണ്. ഇതിന് പരിഹാരം കാണാൻ ഇവർ ശ്രമിച്ചോ? ആദ്യത്തെ കാര്യം, ഈ കേരളത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നു. ഇപ്പം 10,000 തെരുവ് നായ, 20,000 തെരുവ് നായ വന്ധ്യംകരിച്ചു എന്ന് പറഞ്ഞാൽ വന്ധ്യംകരിച്ചുകൊണ്ട് ഇതുണ്ടാവില്ല. അതിനാണ് ഷെൽട്ടർ വേണമെന്ന് പറഞ്ഞത്. ഷെൽട്ടർ കൂടി ഉണ്ടെങ്കിൽ ഇത് കുറയും. വന്ധ്യംകരിക്കുകയും ഷെൽട്ടർ കൊടുക്കുകയും
ആന്റി റാബിസ് വാക്സിൻ കൊടുക്കുക. ഇത് മൂന്നുമാണ് ഇതിന് പ്രധാന നടപടിക്രമം ശരി സിയാദ് അടിയന്തരമായി ചെയ്യേണ്ടത്. ശരി സിയാദ് പക്ഷേ എണ്ണമൊക്കെ അവിടെ നിൽക്കട്ടെ, എണ്ണ നമുക്ക് ഉണ്ടാക്കാം. അതെ, അപ്പോഴും എൻ്റെ സംശയം ഈ പറയുന്ന ലക്ഷക്കണക്കിനായ നായകളെ പിടിച്ച് വന്ധീകരിക്കാൻ തോന്നുന്ന ഭീകരമായ ചെലവ് നമുക്ക് നോക്കാം. എന്തായാലും അത്രയ്ക്കെങ്കിലും അത്രയ്ക്ക്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.